നമ്മളിപ്പോൾ ആപ്പിൾ കെയർ മാനന്തവാടി ജിനുവേട്ടൻ്റെ ഷോപ്പിലാണ്. ജിനുവേട്ടൻ നമ്മൾ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴേ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അന്നൊക്കെ നമ്മൾ കുട്ടികളെ ഇപ്പോഴും ട്രെയിനിങ്ങിന് വിടാറുണ്ട്. കുട്ടികളെ പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളോട് എന്താ ജിനുവേട്ടൻ കുറെ കാലമായില്ലേ ഫീൽഡിൽ, എന്താ പറയാനുള്ളത്? എന്താണ് ഫീൽഡിനെ കുറിച്ച് ഒരു ധാരണ വേണ്ടത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ കുട്ടികളെ ഷോപ്പിൽ നിന്ന് കിട്ടിയാലേ അവർക്ക് കുറച്ചുകൂടെ, കാരണം നമുക്കിപ്പോ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ വരുന്ന പോലെ രീതിയിൽ നമുക്ക് വർക്ക് അതേ ആ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. കസ്റ്റമർ ഡീലിംഗ് ഒക്കെ എന്തായാലും ഷോപ്പിൽ നിന്നും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മൾട്ടി ബ്രാൻഡ് എല്ലാ സാധനങ്ങളും ചെയ്യാനുള്ള ഒരു ഇതും പിന്നെ വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യണമെങ്കിൽ അത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് സ്കിൽ ലെവൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും എന്താ പറയാ നല്ലൊരു ആവറേജ് ആയിട്ടും ആവറേജ് എബോവ് ആയിട്ടും അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഈ ഫീൽഡ് മുന്നോട്ട് പോകും. അത് ഏത് കുട്ടികളാണോ അവര് തീരുമാനിക്കുക ഏത് ലെവലിൽ ബിസിനസ് കൊണ്ടുപോകണം, അല്ല സർവീസ് ആണെങ്കിൽ ഏത് ലെവലിൽ കൊണ്ടുപോകണം, അപ്ഗ്രേഡ് ചെയ്യുക. അതിനനുസരിച്ച് റിസൾട്ട് ഫീഡ്ബാക്ക് കിട്ടും. കാരണം ഫീൽഡ് അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജോലിയാണെങ്കിലും ഒരു ബിസിനസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ജോബ് എടുക്കുക, ഇപ്പൊ ഒരു ആവറേജ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു 45-50 രൂപയാണ്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു 50-60 രൂപ സാലറി ആയിട്ട് അവർക്ക് എടുക്കാം.